ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു ലൈൻസ് ആൻഡ് ഷേപ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പം കുറച്ച് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ഡസ് എ സ്ക്വയർ ഹാവ്? എത്ര സൈഡ്സ് ഉണ്ട്? സ്ക്വയർ എത്ര സൈഡ്സ് ഉണ്ട്? നമ്മൾ പറഞ്ഞാണ് 4 സൈഡ്സ് ആണ് ആൻഡ് ഈക്വൽ ആണ്. അപ്പം ആൻസർ എന്താ? യെസ്, എല്ലാവർക്കും അറിയുന്ന മാതിരി 4 ഇസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്ക്വയർ? സ്ക്വയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാൽ സ്ക്വയറിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. സ്ക്വയറിന് 4 കോർണേഴ്സ് ഉണ്ട്. അറിയാം നമുക്ക് 1 2 3 4 അങ്ങനെ 4 കോർണേഴ്സാണ് സ്ക്വയറിനുള്ളത്. ഇതൊരു സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം 1 2 and 3 4 4 കോർണേഴ്സ് ഉണ്ട് സ്ക്വയറിന്. സോ അതല്ല. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. അതുമല്ല. അടുത്ത, സ്ക്വയർ ഹാസ് 4 ഡിഫറെൻറ്റ് സൈഡ്സ്. സ്ക്വയറിന് 4 ഡിഫറെൻറ്റ് സൈഡ്സ് ആണോ? അല്ല. അപ്പോൾ അതാണ് ആൻസർ. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അറിയാം ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്. മൊത്തത്തിൽ ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്. അപ്പം നമുക്ക് അതും കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മുടെ ഇവിടെ എന്താ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എന്താണ്? എ സ്ക്വയർ ഹാസ് 4 ഡിഫറെൻറ്റ് സൈഡ്സ് ആണ് ഉത്തരം. ആണോ? അല്ല. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. അടുത്തത്, നമുക്ക് ഈ താഴെ തന്ന ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് കനോട്ട് ബി ഡ്രോ എ റെക്റ്റാങ്കിൾ ഫോർ ഗിവൺ ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, സൈഡിൻ്റെ നീളത്തിനാണ് ഡയമെൻഷൻ എന്ന് പറയുക. ഈ താഴെ തന്നതിൽ ഏതാണ് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റാത്തത്? അപ്പോൾ 8 7 6 7 രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്നറിയാം. അപ്പോൾ ഇവിടെ നോക്ക്, രണ്ട് സൈഡ്സ് ഈക്വലാണ്. 7ഉം 6ഉം ഉണ്ട്, 6ഉം 7ഉം ആണത്. രണ്ട് സൈഡ് ഈക്വലാണ്. സോ നമുക്ക് അതുകൊണ്ട് എന്താ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. അടുത്ത നോക്ക്, 8 6 8 6 രണ്ട് സൈഡ് ഈക്വൽ ആണോ നോക്കുക. രണ്ട് സൈഡ് സെയിം ആണെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. അല്ല. അടുത്ത് നോക്ക്, 10 5 5 6 ഇതാണോ? ഇതിൻ്റെ കൂടെ നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ആൻസർ എന്താ? ഇതാണ് നമുക്ക് വരയ്ക്കാൻ പറ്റാത്തത് എന്നാണ് ചോദിച്ചത്. കനോട്ട് ഡ്രോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ വരയ്ക്കാൻ പറ്റാത്തത് അതാ 10 5 5 6 അല്ലേ. ഇവിടെ 3 സൈഡ്സ് ഈക്വലാണ്, പക്ഷേ നാലാമത്തെ സൈഡ് എന്താ? ഈക്വൽ അല്ല. പിന്നെ അടുത്ത് നോക്ക്, 10 10 10 രണ്ട് സൈഡ് ഇത് വരയ്ക്കുമ്പം ഇതും 10 ആവും, ഇതും 10 ആവും, ഇതും 10 ആയി, ഇതും 10 ആയി. അപ്പോൾ എന്താ നമുക്ക് റെക്റ്റാങ്കിൾ എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു. എന്താണത്? എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിളാണ്, പക്ഷേ എല്ലാ റെക്റ്റാങ്കിളും എന്തല്ല? ഒരു സ്ക്വയർ അല്ല. ഓക്കെ, അത് എല്ലാവരും ആലോചിച്ച് വെക്കുക. അപ്പം ഇവിടെ ഈ 10 10 10 വെച്ച് വരച്ചാൽ നമുക്കൊരു സ്ക്വയർ കിട്ടും അല്ലേ? ഒരു സ്ക്വയർ കിട്ടും. അപ്പോൾ എല്ലാ സ്ക്വയറും എന്താണ്? റെക്റ്റാങ്കിളാണ്. സോ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഈ ഒരു മെഷേഴ്സ് വെച്ച് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. പക്ഷേ 10 5 5 6 വെച്ച് വരയ്ക്കാൻ പറ്റും? ഇല്ല. അപ്പം അതെന്തല്ല? റെക്റ്റാങ്കിൾ. അതിനെ കൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ എ ഗിവൺ സെറ്റ്? ഈ തന്നതിൽ എത്ര എണ്ണം സ്ക്വയർ ഉണ്ട്? അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ്, എല്ലാ സ്ക്വയേഴ്സും റെക്റ്റാങ്കിളാണ്, പക്ഷെ എല്ലാ റെക്റ്റാങ്കിളും എന്തല്ല? സ്ക്വയേഴ്സ് അല്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2 എന്ന് എഴുതാം. എല്ലാ സ്ക്വയേഴ്സും ഒരു റെക്റ്റാങ്കിളാണ് ആൻഡ് എല്ലാ റെക്റ്റാങ്കിളും ഒരു സ്ക്വയർ അല്ല. സോ ഇതും സ്ക്വയർ ആയിട്ട് നമുക്ക് കൂട്ടാം. സോ ഇതെന്താണ്? 2 ആൻസർ. ഓക്കെ, ഇനി അടുത്ത, ജോമെട്രിക് ഫിഗർ വിത്തൗട്ട് സൈഡ്സ് അല്ലേ. ഒരു ലെങ്തോ സൈഡോ ഒന്നും ഇല്ലാത്തൊരു ജോമെട്രിക് ഫിഗർ ഏതാ? സർക്കിൾ. വെരി ഗുഡ്, സർക്കിളാണ് ആൻസർ. സർക്കിളാണ് ഒരു ജോമെട്രിക് സൈഡും ഇല്ലാത്ത ഫിഗർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഷേപ്പ്? അല്ലെ, ഈ ഷേപ്പ്, ഇതിൻ്റെ ഷേപ്പ്, നെയിം ഓഫ് ദ ഷേപ്പ് എന്താ? ക്യൂബ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റുബിക്സ് ക്യൂബൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ പേര് ക്യൂബ് എന്നാണ്. ഓക്കെ, ക്യൂബ്. ഇനി അടുത്ത, ഇറ്റ് ഓൺലി ടേക്സ് 3 lines ടു മേക്ക് മീ ഹൂ ആം ഐ അല്ലേ. 3 ലൈന് മതി നമുക്ക് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ആരാണ്? നമുക്കറിയാം 3 ലൈനുള്ള ഫിഗർ ആരാ? ട്രയാങ്കിൾ. വെരി ഗുഡ്, ട്രയാങ്കിളാണ് നമ്മുടെ ആൻസർ. ഓക്കെ, 8 rectangles. A rectangle is 8 cm long. 8 cm ലോങ് ആണ് ആൻഡ് 4 cm വൈഡും ആണ്. എ സ്മോൾ സ്ക്വയർ ഓഫ് 2 cm. ഒരു സ്ക്വയർ ഉണ്ട്. ആ ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എത്ര ഇങ്ങനത്തെ സ്ക്വയേഴ്സ് വേണം ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. ഈ 2 cm അത് വെച്ചിട്ട് നമുക്ക് എത്ര സ്ക്വയർ വേണം ഇങ്ങനത്തെ ഒരു വലിയ റെക്റ്റാങ്കിൾ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം നമുക്ക് ഒരു 8 cm ആയിട്ടുള്ള ഇത് വരയ്ക്കാം അല്ലേ. 8 cm-ഉം 4 cm-ഉം. നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ കറക്റ്റ് മെഷർ എടുത്തൊന്ന് വരച്ച് ട്രയലൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് മെഷർ എടുത്ത് വരച്ച് നോക്കണേ. ഇവിടെ 2ഉം ഇവിടെ 2. അപ്പോൾ നമുക്കറിയാം 2
പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 അതാണ് എന്ത് 8 അല്ലേ. നമുക്കറിയാം 8 ആവാൻ 1 2 3 4 4 2 വേണം അല്ലേ. അപ്പം 4 2 വേണം നമുക്ക് 8 ആവാൻ. അതേമാതിരി 4 ആവാൻ എത്ര എണ്ണം വേണം? 2 പ്ലസ് 2 മതി. എന്തിനു വേണ്ടിയിട്ട്? 4 ആവാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്കറിയാം ഇവിടെ 8ഉം ഇവിടെ 4. അപ്പം നമ്മളിവിടെ 4 2 വരയ്ക്കുക. 1 2 3 ആൻഡ് 4. പിന്നെ 4 ആവാൻ എത്ര എന്നാണ് പറഞ്ഞത്? 2. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളൊന്ന് വരച്ചു. ഇനി അടുത്ത് നമ്മളിവിടെ ഒന്നും കൂടി വരയ്ക്കാം അല്ലേ. 1 2 ആൻഡ് 3 ആൻഡ് 4. അപ്പോൾ 1 2 3 4 5 6 7 8. എത്ര എണ്ണം വേണം? 8 സച്ച് സ്ക്വയേഴ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത് നമ്മൾ പിക്ചർ ഒന്നും കൂടി വരച്ചു. ഒരു സ്ക്വയറുമാണ് നമുക്ക് തന്നിട്ടുള്ള. എത്ര ഇങ്ങനത്തെ സ്ക്വയർ വേണം നമുക്ക് ഇങ്ങനെ ഒരു വലിയ റെക്റ്റാങ്കിൾ ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ 1 2 3 4 4 2 ആഡ് ചെയ്താലാണ് നമുക്ക് 8 കിട്ടുക. അപ്പോൾ അതാണ് നമുക്കിവിടെ 8 വേണ്ടത്. പിന്നെ 2 2 ആഡ് ചെയ്താൽ നമുക്ക് 4ഉം കിട്ടും. അപ്പോൾ നോക്ക് 1 2 3 4 അങ്ങനെ 4 2 നമ്മൾ വെച്ചു. അതേമാതിരി 4 വേണ്ടിയിട്ട് നമ്മൾ എത്ര എണ്ണം വെക്കണം? 2 എണ്ണം. 1 2 3 4 1 2 3 4 അങ്ങനെ 2 എണ്ണം വെച്ചു. ഓക്കെ ആണോ? അപ്പോൾ മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 8 എണ്ണം ഉണ്ട്. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Manu takes 3 equal bits of length 6 cm, 3 cm, 3 cm for making a rectangle. ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി മനു 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ഉള്ളൊരു ഈർക്കിൾ എടുത്തു. ഓക്കെ, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദി ഈർക്കിൾ ബിറ്റ് മനു നീഡ് ടു ടേക്ക് ആസ് ദ ഫോർത്ത് ഈക്വൽ? നമുക്കറിയാം റെക്റ്റാങ്കിളിൽ 4 സൈഡ്സ് ആണുള്ളത്. സോ അടുത്ത എത്ര നാലാമത്തെ സൈഡിന് വേണ്ടി മനു എത്ര ലെങ്ത്താണ് ഈർക്കിളിനെ എടുക്കേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം എന്താ വരച്ച് നോക്കുകയാണ്. 3 സെൻറ്റിമീറ്റർ ആണ് മനു ആദ്യം എടുത്തത്. പിന്നെ മനു എടുത്തത് ഒരു 6 സെൻറ്റിമീറ്റർ ആണ്. വീണ്ടും മനു എത്ര എടുത്തു? ഒരു 3 സെൻറ്റിമീറ്ററും കൂടി എടുത്തു. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 2 സൈഡ്സ് നമ്മൾ ഈക്വലായി കിട്ടിയല്ലോ. നമുക്കറിയാമല്ലേ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ആയി വന്ന 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നാലാമത്തെ സൈഡ് എത്ര ആയിരിക്കും? യെസ് 6 ആയിരിക്കും നാലാമത്തെ സൈഡ്. യെസ് 6 ആണപ്പം ആൻസർ. ഇനി അടുത്ത വിച്ച് ഓഫ് ദിസ് ലെങ്ത് ബിലോ കനോട്ട് ബി യൂസ് ടു ഡ്രോ എ സ്ക്വയർ? ഒരു സ്ക്വയർ വരയ്ക്കാൻ യൂസ് ചെയ്യാൻ പറ്റാത്ത ലെങ്ത് ഏതാ? ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8 വെച്ച് എല്ലാ സൈഡും 8 പറ്റില്ല. എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ 8 വെച്ച് നമുക്ക് വരയ്ക്കാം. പിന്നെ 5 5 5 എല്ലാ സൈഡ് സെയിമാണ് വരയ്ക്കാം. ഓൾ 4 സൈഡ് 6 എല്ലാ 4 സൈഡും 6 അതും എല്ലാ സൈഡും ഈക്വലാണ് വരയ്ക്കാം. അടുത്ത 5 5 6 6 വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. വരയ്ക്കാം. ഏത് വരയ്ക്കാം? നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം. സ്ക്വയർ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. 1 corner of a rectangle sheet of paper is cut off. How many corners does it have now? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഒരു കോർണർ ഇതാണ് ഒരു കോർണർ നമ്മൾ കട്ട് ചെയ്തു. ഇനി എത്ര കോർണറാണ് ഉള്ളത്? 1 2 ആൻഡ് 3. എത്രയാണ് ആൻസർ? 3 കോർണേഴ്സ് ആണ് ബാക്കിയുള്ളത്. അടുത്ത വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഷേപ്പ്? എല്ലാവർക്കും അറിയാം നമ്മുടെ കോൺ ഐസ്ക്രീമിൻ്റെ ഷേപ്പ്. കോൺ. വെരി ഗുഡ്, കോൺ ആണ് അടുത്ത ഷേപ്പ്. എവരി സ്ക്വയർ ഇസ് എ റെക്റ്റാങ്കിൾ ബട്ട് എവരി റെക്റ്റാങ്കിൾ ആർ നോട്ട് സ്ക്വയേഴ്സ്. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. എന്താണ്? നോട്ട് സ്ക്വയേഴ്സ്. എല്ലാ സ്ക്വയേഴ്സും ഒരു റെക്റ്റാങ്കിളാണ്. പക്ഷേ എല്ലാ റെക്റ്റാങ്കിളും ഒരു സ്ക്വയർ ആണോ? അല്ല. ആർ നോട്ട് സ്ക്വയേഴ്സ്. ഇനി അടുത്തത് ഷേപ്പ് വിത്ത് 3 ആംഗിൾസ്. നമ്മൾ പറഞ്ഞു ആംഗിൾ എന്താ? നമ്മളിങ്ങനെ കൂടിച്ചേരും. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈൻ വരച്ചാൽ അതിൻ്റെ ഇങ്ങനെയുള്ള ഒരാൾ. കാര്യം റെക്റ്റാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ഇവിടെയും 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 ആംഗിൾസ് ഉണ്ട് അല്ലേ. ഇവിടെയും 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 ആംഗിൾസ് ഉണ്ട്. ഇപ്പോൾ 4 ആംഗിൾസായി. പിന്നെ ഒരു സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ ഇവിടെയും 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 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ആർക്കാണ് ഇല്ലാത്തത്? ട്രയാങ്കിളിന്. സോ ട്രയാങ്കിളിനാണ് 3 ആംഗിൾസ് ഉള്ളത്. 1 2 ആൻഡ് 3. ഇപ്പോൾ ട്രയാങ്കിളാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ ഇൻ എ സ്ക്വയർ? എന്താണ് മെഷർ? ഞാൻ പറഞ്ഞു
സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ആംഗിൾസ് സെയിം ആണ്. സ്ക്വയറിന് 90 ഡിഗ്രിയാണ് അല്ലേ ആംഗിൾസ്. സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിനും 4 ആംഗിൾസ് ആണുള്ളത്. ആൻഡ് അതെന്താണ് 90 ഡിഗ്രിയാണ്, അഥവാ റൈറ്റ് ആംഗിൾ എന്ന് പറയും. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വീഡിയോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.